ആരാ? കൃഷ്ണനുണ്ണി. പ്രകാശ് സാറ് പറഞ്ഞിട്ട് ഡ്രൈവിങ്ങിന്. അതിന് നാട്ടുകാരൊക്കെ കൂട്ടി വന്നിരിക്കുന്ന എന്താ? അയ്യോ, ഇവരെൻ്റെ കൂടെ ഒന്നുമല്ല. ഞങ്ങള് നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്ന് വരിക. സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇന്നലെ വിളിച്ചിരുന്നല്ലോ അല്ലേ? നിങ്ങൾ കയറിയില്ല. ഉണ്ണികൃഷ്ണ. കൃഷ്ണനുണ്ണി. അതെ, കൃഷ്ണനുണ്ണി. നമുക്ക് ഇവരിറങ്ങിയിട്ട് സംസാരിക്കാം കേട്ടോ. ഓ ശരി. കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഒന്ന് ടച്ച് പിടിച്ച് നോക്കിക്കോ. ഞാൻ താക്കോൽ ഇപ്പൊ കൊടുത്തുവിടാം. ആയിക്കോട്ടെ. കുമാരിയമ്മേ, ആ താക്കോൽ എടുത്ത് കൊടുക്ക്. എന്താ നിന്റെ പേര്? കൃഷ്ണനുണ്ണി. നീ ഡ്രൈവറല്ലേ? ആ. പിന്നെന്തിനാ കല്യാണത്തിന് പോണത് പോലെ വന്നിരിക്കുന്നേ? കുറച്ച് നിറം കുറഞ്ഞതൊക്കെ ഇട്ടോണ്ട് വന്നാ മതി കേട്ടാ. പ്രായമായ പെങ്കൊച്ചുള്ള വീടായത്. ഓ. ഇതേ സാറിന്റെ ഹൃദയമാ, ഹൃദയം. ആയ കാലത്ത് കൂടെ കൂട്ടിയതാ. താക്കോല് രണ്ട് കൈ നീട്ടടാ. അപ്പോ ഞങ്ങൾ വന്ന കാര്യം പറയാം. അടുത്തതിന്റെ പിന്നത്തെ ഞായറാഴ്ച മോഹൻ ഒരു സ്വീകരണം രാമവർമ്മ ക്ലബ്ബിൽ വെച്ച് തരാനായിട്ട് യോഗം തീരുമാനിച്ചിരിക്കുക. അത് വേണോ? അത് വേണം. 30 കൊല്ലത്തിന് ശേഷം ഗംഭീര തിരിച്ചു വരവല്ലേ. പിന്നെ സിനിമയെ തകർത്ത് കളിക്കാണല്ലോ. ഒരു സെക്കൻഡേ. ഓ, രവിട്ട. എടോ, താൻ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താ രവിട്ട ശബ്ദമല്ലായിരിക്കുന്നത്? ഇത്തിരി കുഴപ്പമുണ്ടോ. നമ്മുടെ സിനിമ നാളെ കൂടെ തിയേറ്ററിൽ കളിക്കൂ. മറ്റന്നാൾ ക്രിസ്മസ് പടങ്ങൾ വരുമ്പോൾ കളിക്കാൻ തിയേറ്റർ ഇല്ല അത്രേ. എല്ലാ സെൻറ്റേഴ്സിലും അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. ഫാമിലി ഓഡിയൻസ് നന്നായി കയറി വരുന്നുണ്ടായിരുന്നു. രവിയേട്ടൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടൊന്നും സംസാരിച്ചില്ലേ? അവരിതൊരു ചെറിയ ഫില്ലർ പടമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അത്രേ. അതുകൊണ്ട് 2 ആഴ്ചയ്ക്ക് തിയേറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും നല്ല കളക്ഷൻ ഉണ്ടല്ലോ രവിയേട്ട. സങ്കടമായിട്ട് വയ്യടോ. ഞാൻ പിന്നെ വിളിക്കാം. പറ്റിയാൽ നമുക്ക് നാളെ വൈകിട്ട് കാണാം. അടുത്ത ഞായറാഴ്ച നമ്മൾ പല തിയേറ്ററുകളിലായിട്ട് 1200 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ കാണാത്ത അംഗങ്ങൾ താല്പര്യമുള്ളവർ കണ്ടോട്ടെ. മോഹൻ എന്താ വല്ലാതിരിക്കുന്നത്? ടിക്കറ്റ് എല്ലാം ഞങ്ങൾ പേ ചെയ്തെടുത്തോളാം. എന്തെങ്കിലും ചെയ്തിട്ട് ഈ ക്രിസ്മസ് വെക്കേഷൻ തീരുന്നവരെങ്കിലും തിയേറ്ററിലൊന്നും പിടിച്ചു നിർത്താൻ പറ്റൂ രവിയേട്ട. എടാ, ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതല്ല, തിയേറ്റേഴ്സ് എല്ലാം ഓവർ ബുക്ക്ഡ് ആണ്. അതങ്ങനെ ഒരു വർഷം 160-ൽ പരം സിനിമകളല്ലേ ഇറങ്ങുന്നത്. കണ്ടവരും വിളിച്ചവരും ഒക്കെ പറഞ്ഞു എന്നെ ഒരുപാടങ്ങ് മോഹിപ്പിച്ചു. അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നോക്കും, ഈ സിനിമയും തന്നെയും അംഗീകാരങ്ങൾ തേടി വരും. അങ്ങനെ ടി വിയിലൂടെ ആണെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് അത് റീച്ച് ആവും. ഹലോ, എന്താണ് കണ്ണു കണ്ടൂടെ? എന്താ എന്നെ മനസ്സിലായില്ലേ? ഹംസ രണ്ടത്താണി. മനസ്സിലായില്ല. 10-35 കൊല്ലം ചുമ്മാ ഒന്ന് പുറകോട്ട് പോയേ. തന്റെ വിളയാട്ടുകാലം മദിരാശിയില് നമ്മുടെ അനിയച്ചാര് ചെയ്യണ കണ്ടൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊരു പൂതി തോന്നി. അങ്ങനെ ആലപ്പി ഷെറീഫിന്റെ നല്ല 1-ാം തരം കഥയും കൊണ്ട് തന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ടോ? എന്തൊരു ചാടയായിരുന്നു. തമിഴ്, ഹിന്ദി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? ഞാനേ കഴിഞ്ഞ ദിവസം കാറേ പോകുമ്പോ പോസ്റ്ററിൽ തന്റെ തല എന്തായാലൊന്ന് കണ്ടു കളയാമെന്ന് പറഞ്ഞ് പടം കാണാൻ പോയി. എന്നാ കൊണാപ്പ് പടവാടോ. പൊലിഞ്ഞ കഥയും നാടകക്കാരൻ തോറ്റുപോണ അഭിനയവും തനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ലേ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, സിനിമ മാറിപ്പോയെന്നും താൻ അറിഞ്ഞില്ലേ? തന്റെയൊക്കെ കാലം കഴിഞ്ഞടോ. വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് വന്നേ. ഒരു പരിചയമില്ലാത്തവർ നമ്മളോട് എന്ത് പറഞ്ഞാലും എന്താ സാറ്? വഴിയെ പോകുന്ന വേസ്റ്റൊക്കെ എടുത്ത് തോളത്ത് വെക്കാൻ മനസ്സിലാന്ന് നമ്മളങ്ങ് വിചാരിച്ചാൽ പോരെ? നീ കേട്ടോ അയാൾ പറഞ്ഞു? ആരെന്ത് പറഞ്ഞാലും സാറിൻ്റെ ഒരു ക്യാരക്ടർ കളയാൻ പാടുണ്ടോ? സാർ ഉഗ്രൻ നടനല്ലേ? ഉഗ്രൻ നടൻ?
ഇത്ര യോഗമില്ലാത്തൊരു നടനുണ്ടോടാ? സാറിനെ പോലെ ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മളെപ്പോലുള്ളവരൊക്കെ എന്തു പറയും? ആകാശത്തോളം സ്വപ്നങ്ങൾ ഇതാ ഇപ്പോഴും ദൂരെ ഒരു 0 വോൾട്ട് ബൾബ് പോലെ കത്തിക്കുക നമ്മുടെയൊക്കെ ലൈഫിൽ. നീ വലിയ വർത്താനൊന്നും പറയണ്ട. ഇത്രയും ദിവസമായിട്ടും നീ എൻ്റെ സിനിമ കണ്ടോ? അല്ല അത് പിന്നെ ഇല്ല. ഇല്ല. ഞാൻ കണ്ടോളാം സാറേ. എന്നാ നേരെ തിയേറ്ററിലേക്ക് വിട്ടോ. ഇപ്പോഴോ? ആ, ഇപ്പൊ തന്നെ. എൻ്റെ സിനിമയുടെ അവസാനത്തെ ഷോ ആടാ ഇന്ന്. अम्मी के शीडी दिए उठ पो चाचा। नाना, अमी नाम जी चिड़ियाखाना एक ही देखे। ഹലോ. ഹലോ, കൃഷ്ണനുണ്ണിയല്ലേ? അതെ, ഞാൻ ശ്രീരഞ്ജനിയാ. നാളെ ഡ്യുവറ്റ് കൂടെ പാടണ്ടേ? ആ, ഞാൻ ട്യൂൺ അയച്ചായിരുന്നല്ലോ. അത് നോക്കി. പക്ഷെ മെയിൽ ഏതാ ഫീമെയിൽ ഏതാ? എങ്ങനെ? അല്ല, ഞാൻ പാടേണ്ട പോർഷനെ ഫീമെയിൽ പാടേണ്ടത് എവിടൊക്കെയാണെന്ന്. ആ, അത് നേരെ നോക്കി വണ്ടി ഓടിക്കടാ. എന്തെങ്കിലും തിരക്കിലാണോ? ഇപ്പൊ അതിരക്കാരാ നിന്നെ ഫോൺ ഹലോ ചെയ്യാൻ. ഹലോ, കേൾക്കുന്നില്ലേ? അതെ, ഞാൻ ഡ്രൈവ് ചെയ്യണം. എൻ്റെ സാറ് കൂടെ ഉണ്ട്. ടെൻഷനൊന്നും വേണ്ട, ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞുതരാം എല്ലാം. ഓക്കെ ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ്. ഡാ, പടം മാറി വരും, മാറിക്കിടന്ന് അടിയുണ്ടാക്കി വരുമെന്നും നീ ഇവിടെ ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. അയ്യോ ഇല്ല സാറേ. ആ, ഹേയ്, ഇതാരാ? എന്താ ഇവിടെ? ഞാൻ പ്രകാശ് സാറ് പറഞ്ഞിട്ട് ഒരു 2 മാസത്തേക്ക് ചുമ്മാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഡ്രൈവറാ. അച്ഛാ, കൃഷ്ണന് റിയാലിറ്റി ഷോയിലുണ്ട്. നാളെ ഞങ്ങൾ ഒരുമിച്ചാ പാട്ട് പാടുന്നത്. അതെ. ഈ ലോകം വളരെ ചെറുതാടോ ശ്രീകൃഷ്ണ. കൃഷ്ണനുണ്ണി. ആ, കൃഷ്ണനുണ്ണി. നീ വാ, നമുക്ക് വല്ലതും കഴിക്കാം. അയ്യോ വേണ്ട സാറേ, വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോള് വാ. ഡ്രൈവറൊന്നും ഇല്ല കേട്ടോ, വെറുതെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ. അത് മനസ്സിലായി. അതിനിപ്പോ എന്താ? ശരി എന്നാ, ഗുഡ് നൈറ്റ്. സോ കം ടു ദ പോയിന്റ്. സർ, ഈ ബ്രൈറ്റിന്റെ പേര് കണ്ടില്ലേ? എന്തൊരു എനർജറ്റിക്കാ, നല്ലൊരു ചരിഷ്മയുണ്ട്. സാറിന്റെ പേര് നമുക്ക് അതുപോലെ മാറ്റിയേ പറ്റൂ. ഞാനിപ്പോ 6 സിനിമകളും ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ പേര് മാറ്റിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, അതൊരു 50 സിനിമ ആകുന്നതിന് മുന്നേ ഇപ്പോഴേ മാറ്റുന്നതല്ലേ നല്ലത്? കറക്റ്റ്. അത് മാത്രമല്ല സാർ, ഈ കൃപേഷ് എന്ന് വിളിക്കുമ്പോൾ കബീഷ് എന്ന് വിളിക്കുന്ന ഒരു ഫീലാ. എനിക്കല്ല സാർ, മറ്റുള്ളവർ. So we have found some good energetic names for you. Just read it out. വായിക്ക് കേക്കട്ടെ. സർ, ആദ്യത്തെ പേര് വിനിൽ. വിനിൽ, വി നിൽ. നില്ലെന്ന് പറഞ്ഞ ഒന്നുമല്ലാത്ത പേര് നമുക്ക് വേണ്ട. ഓക്കെ, അടുത്തതൊരു ട്രഡീഷണൽ പേരാണ്, പ്രദോഷ് സന്ധ്യ. മൊത്തം കഴിഞ്ഞു, കത്തി തീരുന്നു അല്ലേ? നേരം വെളുത്തിട്ടൊക്കെ വേണം വേറെ പേര് വൈകിടും. ഓക്കെ സർ, ഒരു റഷ്യൻ സ്റ്റൈൽ ഒരു പേരുണ്ട്. റഷ്യൻ പേര് നല്ലതാ സാറ്, ഹോളിവുഡിൽ പോകുമ്പോൾ ഗുണം ചെയ്യും. റഷ്യൻ പേര് വായിക്കും, മിഷ്കിൻ എന്നൊക്കെ പറയുന്ന പോലെ. ബ്രാഷ്നേവ്. വാവ്, വണ്ടർഫുൾ. ബ്രാഷ്നേ. അത് വേണ്ട സാർ. ഈ ബ്രാഷ്നേവ് എന്നുള്ളത് ഫാൻസുകാർ ചുരുക്കി ബ്രാക്കുട്ടപ്പൻ എന്ന് വല്ലതും ആക്കിയാൽ മൊത്തം കുഴപ്പമാവും. നോ സർ. കട്ട് ചെയ്ത് വിട്ടാലോ? പറഞ്ഞു വിട്ടേക്കാം സാർ. ഇങ്ങോട്ട് താ, ഞാനിത് വായിക്കാം. അടുത്തൊരു പേര് ആക്രാന്ത്. ആക്രാന്ത് തോന്നുന്നു. ആക്രാന്ത് അല്ല സർ, ആകാന്ത്. ഇതൊരു കൂറപ്പേരാടോ. I told you now, ഇതൊന്നും സാറിന് ഇഷ്ടാവില്ല. The next name is energetic, exotic, fantabulous, ആഘോഷ്. ആഘോഷ്. ഗുഡ്. Life is an ആഘോഷം. Cinema is an ആഘോഷം. So an actor like you should have the name ആഘോഷ്. പോയിന്റ്. ഫിക്സ് ഇറ്റ്. നമ്മളെന്തായാലും പേര് മാറ്റുമല്ലേ? നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ആഘോഷത്തോടെ ഒരു മേനോൻ കൂടി വെച്ചാൽ കുഴപ്പമുണ്ടാവോ? ആഘോഷ് മേനോന്ന്. Nice. ആഘോഷ് മേനോൻ. ജോഷി ചിത്രത്തിൽ ആഘോഷ് മേനോൻ, പ്രിയദർശൻ ചിത്രത്തിൽ ആഘോഷ് മേനോൻ. Wow, it's quite interesting. ഈ മേനോന്മാര് പ്രശ്നം ഉണ്ടാക്കൂലായിരിക്കും അല്ലേ? Hey, no.
ഇനി ബിജുമേനൻ വല്ല കുഴപ്പമുണ്ടാക്കുമെന്ന് അറിയില്ല. ഹേയ്, പുള്ളി ഒരു പാവമാണ്, ഞാൻ പറഞ്ഞ ഡീൽ ചെയ്തോളാം. Okay, so let's clap for Akhosh Menon. ദൈവമേ, ഈ മകന്റെ പ്രശ്നങ്ങളെ സ്വീകരിക്കണേ. ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ, അന്ധവിശ്വാസം, കയ്യിലിരിപ്പ്, അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തൻ്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ് അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടിളകി പാപ്പരായിരിക്കുന്ന ഈ മകനോട് കാരുണ്യം കാണിക്കണേ. പൊളിഞ്ഞു പോപ്പാടുള്ളത് അണ്ടി പോയ അണ്ണാനെ പോലെ എന്നൊക്കെ പ്രാർത്ഥനയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ദൈവത്തിന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഭാഷ. മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. സമയം കിട്ടുമ്പോൾ പോളൂട്ടി ബ്രദർ ഒന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി. നിറയെ അത്ഭുത സാക്ഷ്യങ്ങൾ കാണാം. ഞാനങ്ങനെ വീടുകളിൽ പോകാറില്ല. ഇതിവൻ നിർബന്ധിച്ചതുകൊണ്ടാണ്. കൈവച്ചാൽ എനിക്ക് നെഞ്ചിൻ്റെ താളമളക്കാം. മോഹൻ ഒരുപാട് സൂക്ഷിക്കണം. ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം. ബ്രദർ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞതിൽ നിന്ന് തനിക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോഹൻ, ആർസി എന്താടാ? നീ ആരുടെ ഗുണ്ടയോ അതോ പോലീസോ ക്ലബ്ബ് കയറി തല്ലുണ്ടാക്കാൻ? ദേ ഇവനറിയാലോ എന്താ ഉണ്ടായതെന്ന്. നീ ആയിരുന്നെങ്കിൽ അവൻ്റെ തലയടിച്ച് പൊളിച്ചേനെ. നോക്ക്, നീ ഒരു നടനാണ്, ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളാണ്. ഒരു നടൻ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആവണം. ഡിപ്ലോമാറ്റിക്കോ കരിസ്മാറ്റിക്കോ എന്ത് വേണമെങ്കിലും ആവാം. രണ്ടുപേരും കൂടി പിടിച്ചെള്ളി ഇങ്ങോട്ട് വന്നെന്തിനാന്ന് പറ. പറയാം. സിനിമ ഇറങ്ങിയ അന്ന് മുതൽ ഞാനും ഇയാളും നാട്ടുകാരും എല്ലാവരും വിളിച്ചു പറഞ്ഞു തനിക്കിതിനൊരു അംഗീകാരം കിട്ടുമെന്ന്. അങ്ങനെ ഉറപ്പായിരുന്ന ഒരു അവാർഡ് ആ തല്ല് കാരണം പോയി കിട്ടും. കഴിഞ്ഞ 10-12 ദിവസമായിട്ട് സ്റ്റേറ്റ് അവാർഡിൻ്റെ സ്ക്രീനിങ് ആയിരുന്നു. ജൂറി ചെയർമാൻ TK നൗഷാദ്. ആരാതറിയാവോ? നീ അന്ന് തല്ലിയ ആ ഹംസ രണ്ടത്താണിയുടെ അനിയൻ. നിന്റെ പേര് മികച്ച നടനുള്ള പരിഗണനയിൽ വന്നപ്പോൾ പയ്യെ കയറൊട്ടിക്കാൻ തുടങ്ങി. നിന്റെ അഭിനയം നാടകമാണ്, റിയലിസ്റ്റിക് അല്ല, പിന്നെ ഏതോ ലോക്കൽ ബാർ കയറി അടിയുണ്ടാക്കി, ഇത് ക്യാരി ചെയ്യാൻ നീ അർഹനല്ല, അങ്ങനെ ഓരോ തട്ടാമുട്ടി കാരണങ്ങൾ. ഞങ്ങളിപ്പോൾ വന്നത് നിന്നെ സങ്കടപ്പെടുത്താനല്ല. ഒരു അവാർഡിലൊന്നും അത്ര വലിയ കാര്യമില്ല. പക്ഷേ നിനക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കുറച്ച് പേര് വന്നങ്ങ് തട്ടിക്കളഞ്ഞ നമുക്ക് അതിലും വലുത് വാങ്ങണം മോഹൻ. ഈ സ്റ്റേറ്റിന് മുകളിൽ നാഷണൽ അവാർഡ് എന്നൊന്നുണ്ടല്ലോ. അവിടെ ഈ രണ്ടത്താണിക്കും നൗഷാദിനും ഒക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അലഞ്ഞവരാ, കഷ്ടപ്പെട്ടവരാ, സിനിമയെ മാത്രം സ്വപ്നം കണ്ടവരാ. ആ നമ്മളെ അടിച്ചതിന് മേലെ അടിച്ചാലൊന്നും തോൽപ്പിക്കാനാവില്ലെന്ന് ഉറക്കെ പറയാൻ ഒരു ശബ്ദം, അത് നമുക്ക് വേണം. അവസാന നിമിഷത്തെ ഭാഗ്യക്കേട് എൻ്റെ കൂടെ പിറപ്പാ. നിങ്ങൾ വെറുതെ ഒന്നിനും ശ്രമിക്കണ്ട. ഞാനിങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞോളാം. സാറേ, ഇതേപോലത്തെ റോള് എപ്പോഴൊന്നും കിട്ടുന്നതല്ലല്ലോ. നമുക്കിത് അപ്ലൈ ചെയ്യണം സാറേ. മോളെ, നീ ഇതിൻ്റെ പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസും ഒക്കെ ഒന്ന് ഗൂഗിളിൽ നോക്കിയേ. ഓക്കെ, ശരി. ഞാൻ ഉൾപ്പെടെയുള്ളവർ വിളിച്ച ചില്ലറ വേഷങ്ങൾക്കൊന്നും നീ വന്നില്ല. നിന്റെ ഉള്ളിൽ നീ എന്നും നായകനായിരുന്നു. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ. തനിക്കിത് വേണമെങ്കിലും വേണ്ടെങ്കിലും തൻ്റെ ഉയർച്ചയും നന്മയും ആഗ്രഹിക്കുന്നവരെന്ന നിലയിൽ ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്യും. എടോ, താൻ ഇത് അർഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നത്. അങ്കിൾ, നോക്കിയോ? ജാനുവരി 25 നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. നാളെയോ? The entry should be submitted on or before 25th January 5 PM in the National Film Award Committee Office, New Delhi. എന്ന് പറഞ്ഞാൽ ഇനി 24 മണിക്കൂർ പോലും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഏത് കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ. സാറേ,
24 മണിക്കൂറേ ഉള്ളൂ എന്നല്ല, 24 മണിക്കൂർ ഇനി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൂടെ? നമുക്കൊന്ന് ആഞ്ഞു പിടിക്കാൻ സാറേ. സാർ അത്രയ്ക്ക് ഗംഭീരമായിട്ട് അഭിനയിച്ചു വെച്ചിട്ടില്ലേ, പിന്നെന്താ? പ്രകാശേ, നീ ആ പ്രൊഡ്യൂസറെ ഡയറക്ടറെ വിളിച്ചിട്ട് അതിനുള്ള ഏർപ്പാട് എന്താ വെച്ചാൽ നോക്ക്.